നമ്മളെ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ അതിലുള്ള പല വിദ്യാർത്ഥികൾക്കുള്ളൊരു പ്രശ്നം, വീട്ടിലൊരു പ്രശ്നങ്ങൾ അവർ പ്രധാനമായിട്ട് സൂചിപ്പിച്ചത് വേഷവുമായി ബന്ധപ്പെട്ട്. അവർ ഇഷ്ടപ്പെടുന്ന ഒരു വേഷമുണ്ട്, പക്ഷെ അത് വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്നുള്ളത്. അവർ ആഗ്രഹിക്കുന്ന ഒരു ടീഷർട്ട് പാൻറ് പോലത്തെ അത് വ്യാപകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരം വേഷവിധാനങ്ങൾ വീട്ടുകാർ പിന്നെ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിലെ ഓരോ പ്രയാസങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അവർ കൂട്ടമായി പറഞ്ഞ ഒരു സംഗതിയാണ്. അതിലെ ഒരു വിദ്യാർത്ഥിയാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് സംസാരിച്ചത്. അപ്പൊ അവളോട് ചോദിച്ചു, നിനക്ക് ഇതില്ലാതെ ആകുന്ന സമയത്ത് എന്താണ് ഫീൽ ചെയ്യുന്നത്, എന്ത് നഷ്ടപ്പെട്ട പോലെ തോന്നുന്നു? അപ്പോൾ അവളുടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്രീഡം നഷ്ടപ്പെട്ടതല്ല പ്രശ്നം, കൂട്ടുകാരികളെല്ലാവരും എന്ത് പറയുന്നതാണ് അവിടെ ഒരു പ്രയാസം. അവരറിയാതെ അങ്ങനെ ഒരു വിധേയപ്പെടുകയാണ് അവർ. ഇത് ഒരുപാട് ഫാമിലികളിൽ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യണത്, ഗേൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ഇത് പരിഹരിക്കുന്ന രൂപങ്ങൾ അതിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ഈ പുതിയ പെൺകുട്ടികൾ അനുഭവിക്കുന്ന, പുതിയ തലമുറയിലൊക്കെ പലയിടത്തും വ്യത്യസ്തമായ സമാനമായ വിഷയങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു വിഷയമാണ് വേഷത്തിലെ ഈ മാറ്റം. അവർ കരുതുന്നത്, പ്രത്യക്ഷമായി കോൺഷ്യസ്ലി അവർ കരുതുന്നത് അവർ ഇഷ്ടപ്പെടുന്നത് അതാണ് എന്നാണ്. പക്ഷെ അതിനൊരു മറ്റൊരു തല അവിടെ ഉണ്ട്. അത് അവരിഷ്ടപ്പെടുന്നത് അതല്ല, അവർ നിർബന്ധിതരാവുകയാണ് എന്നൊരു വശം അവിടെ ഉണ്ട്. അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് ചർച്ച ചെയ്യുന്ന സമയത്ത്. നിനക്ക് എന്താണ് അതിൽ പ്രയാസം ചോദിക്കുന്ന സമയത്ത് എനിക്ക് അല്ല, കൂട്ടുകാരുടെ ഇടയിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു സ്റ്റാൻഡേർഡ് ആകണ്ടേ, അവരൊക്കെ ചെയ്യുന്ന പോലെ ചെയ്താലല്ലേ അവർ കൂടെ കൂട്ടുള്ളൂ എന്നുള്ളത്. അതായത് കൂട്ടുകാരുടെ കൂടെ കൂടണമെങ്കിൽ, ഒരു ജനറൽ ആകണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന ഒരു നിർബന്ധിതാവസ്ഥ, അലിഖിതമായ ഒരു ബ്രെയിൻ വാഷിങ്, അലിഖിതമായ ഒരു ബ്രെയിൻ വാഷിങ് അവിടെ നടക്കുന്നുണ്ട്. ആ ബ്രെയിൻ വാഷിങ്ങിനിടയിൽ അവർ നിർബന്ധിതരാവുകയാണ് സത്യത്തിൽ. ഞാൻ പലപ്പോഴും ഈ സമയത്ത് ഓർക്കാറുള്ളൊരു വിഷയമാണ്, ഒരു അമേരിക്കൻ ജേർണലിസ്റ്റ് ഇസ്ലാം സ്വീകരിച്ച ഒരു കഥ ഉണ്ടായിരുന്നു. ഞാനത് അന്ന് വായിച്ചപ്പോൾ ആ ജേർണൽ ഞാൻ കുട്ടികൾക്ക് കൊടുത്തിരുന്നു. അത് അത്ഭുതങ്ങൾ നടന്നു. അപ്പോൾ അതിൽ പറയുന്ന ഇതാണ്, ഒരു ജേർണലിസ്റ്റ്, അദ്ദേഹം സഹോദരിയാണ്, അവരുടെ മകളോ മറ്റോ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അവർ ഈ വേഷത്തിൽ, ഈ ശരീരം മറക്കുന്ന വസ്ത്രവിധാനത്തിലേക്ക് മാറിയപ്പോൾ അവർ തെറ്റിദ്ധരിച്ചു ഇവർക്ക് എന്തോ സാമ്പത്തിക സഹായം കിട്ടിയത് കൊണ്ട് മാറുകയാണ് എന്ന് കരുതി. അങ്ങനെ അമേരിക്കയിലെ ഇത്തരം ഫാമിലീസിനെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഒരു അസൈൻമെന്റ് തയ്യാറാക്കി. ഇത്തരം 500 കുടുംബങ്ങളെ, അതായത് മക്കൾ ഇസ്ലാം സ്വീകരിച്ച 500 കുടുംബങ്ങളെ ബോധവൽക്കരിക്കാൻ. അതിന്റെ ശ്രമമായി ഒരു 100 എണ്ണം കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവർ ഇസ്ലാം സ്വീകരിച്ചു. അപ്പൊ എന്താ ഉണ്ടായതെന്ന് ചോദിച്ചാൽ, ഈ 100 എണ്ണവും പറയുന്നതിൽ ഒരു ജെനുവിനായ ഒരു പറച്ചിലുണ്ട്. ഞങ്ങൾക്കൊരു കംഫർട്ട്നെസ് എവിടെ കിട്ടുന്നുണ്ട്, ശരീരം മറക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പിന്നാലെ പോകുന്നു, ഞങ്ങൾക്ക് മറ്റ് സഹായങ്ങളും കിട്ടിയിട്ടില്ല. അപ്പോൾ അവർക്കും തോന്നി, ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ ശരീരം പ്രദർശിപ്പിക്കുമ്പോഴും അവരുടെ നേച്ചർ അതിൻ്റെ ഓപ്പോസിറ്റ് അവരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്കും തോന്നി. ശരിയാണല്ലോ, അത് അനുഭവിക്കുമ്പോഴാണ് മനസ്സിലാവുള്ളൂ മാത്രം, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഈ മുഖമൊക്കെ മറച്ച ഒരു സ്ത്രീയുടെ ജീവിതാനുഭവം ഒന്ന് സത്യസന്ധമായി മറ്റൊരാൾ പഠിക്കണം. അപ്പോഴാണ് അവർക്ക് അതിൻ്റെ സുഖം മനസ്സിലാകുന്നത്. അപ്പോഴാണ് അവരുടെ അവകാശം എന്താണെന്ന് അപ്പോഴാണ് അവർ അറിയുന്നത്. ഈ അവകാശം പതിയെ ധ്വംസിക്കപ്പെടുകയാണ് ഫാഷൻ ഭ്രമത്തിൻ്റെ ഭാഗമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താ പരിഹാരം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. ഹാപ്പി സോൺ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ഒരു കൾച്ചർ ഷേപ്പ് ചെയ്യുമ്പോൾ, ഒരു സംസ്കാരം രൂപപ്പെടുത്തുമ്പോൾ അതിലൂടെ ഉണ്ടാക്കി തീർക്കുകയും അതേസമയത്ത് എല്ലാവരും സ്വതന്ത്രമായി സ്വയേഷ്ടപ്രകാരം ഏറ്റെടുത്ത് ആസ്വദിച്ച് ജീവിതവൽക്കരണം നടത്താൻ സാധ്യമാകുന്നൊരു മാറ്ററാണ് ഇസ്ലാമിക് വേഷം എന്ന് പറയുന്നത്. ആ വസ്ത്രധാരണത്തിൽ അങ്ങനൊന്ന് അവർ ആസ്വദിച്ച് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ അവർക്ക് പ്രയോഗിച്ച് കാണിച്ചു കൊടുത്താൽ അത് ഫോളോ ചെയ്യാൻ ഇഷ്ടംപോലെ പുതിയ തലമുറയിലെ ബുദ്ധിശാലിനികളായ സഹോദരിമാരുണ്ടാകും. അവർക്ക് ബുദ്ധിയുള്ളവരാണ്, നന്മയുള്ളവരാണ്, ബേസിക്കലി ഇവരൊക്കെ നല്ലവരാണ്. പക്ഷെ അവർ നിർബന്ധിതരാകുകയാണ്. ഇതിലൊരു വിശദീകരണം ആവശ്യമുള്ള ഒരു ഏരിയ ഉണ്ട്. കാരണം ഒന്ന്, മദ്രസകളിൽ ഇത് വ്യാപകമായി യൂണിഫോമിന്റെ ഭാഗമായിട്ടൊക്കെ നല്ല വേഷവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നാളൊരു സദർ ഉസ്താദ് ഒരു സിറ്റിംഗ് കഴിഞ്ഞ ഉടനെ പറഞ്ഞതുപോലെ, ഈ ഒരു മദ്രസയുടെ മുന്നിലൂടെ 2 രൂപത്തിൽ 2 രംഗം കാണാൻ പറ്റും. അതെ, ഇവിടെ മദ്രസയിലേക്ക് വരുന്ന സമയത്ത്
കുട്ടികൾ നല്ല പർദ്ദയും നല്ല വേഷവിധാനത്തിലൂടെ മദ്രസയിലേക്ക് വരുന്നു. അതെ മദ്രസ വിട്ട് ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ ഇവര് മറ്റൊരു വേഷം രൂപത്തില് മറ്റൊരു വേഷത്തില് ഈ മദ്രസയുടെ മുന്നിലൂടെ തന്നെ സ്കൂളിലേക്ക് പോവുകയും ചെയ്യുന്ന സംഗതി. അപ്പൊ ഇതിന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു മദ്രസ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിന് ശ്രമിച്ചിട്ടുണ്ട്, നടക്കുന്നില്ലല്ലോ. അവിടെ നമുക്ക് എങ്ങനെ സാധിക്കും? തീർച്ചയായിട്ടും അവിടെയും നമ്മൾ അവരെ ഭാഗികമായി ഈ വേഷം ധരിപ്പിക്കുന്നതിലപ്പുറം അവരെ പരോക്ഷമായി അവരുടെ ആന്തരികാവസ്ഥയിലും കൂടെ അവരുടെ മാനസിക അന്തരാളങ്ങളിലേക്കും കൂടെ ഈ വേഷം കടന്നു ചെല്ലാൻ പറ്റും. ഒരു കോഗ്നിറ്റീവ് ലെവലിലുള്ള ഒരു ട്രെയിനിങ് അവരാസ്വദിച്ച് അവരിതിന്റെ വക്താക്കളാകണം. കേവലം ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം ഈ അടുത്ത് ഇപ്പൊ വന്നൊരു പോഡ്കാസ്റ്റ്, ഒരു ചർച്ചയില്, അപ്പൊ അതില് ഈ ഒരു മെയിലായിട്ടുള്ള ഒരു ആണായിട്ടുള്ള ഒരാള് വ്യക്തമാക്കി കൊടുക്കണേ, ഇത്തരം ഒരു വേഷവിധാനം നിങ്ങൾ ധരിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു ഒരു പുരുഷന്റെ, ഒരു ആണിന്റെ സൈക്കോളജി, ആണിന്റെ ഒരു മനഃശാസ്ത്രം അനുസരിച്ച് അവൻ ഇതിൽ നിന്ന് എന്താണ് ആസ്വദിക്കുന്നത് എന്ന് വിശദീകരിക്കുന്ന സമയത്ത് അപ്പുറത്ത് ഈ വേഷത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന ലേഡി എന്ത് അത്ഭുതപ്പെടുക, അങ്ങനെയൊക്കെ ഉണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇത് ഒരു ഭംഗി എന്നുള്ള ആൾക്കാണ് ചെയ്യുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ സ്ത്രീകൾ അറിയുന്നില്ല, അവരിങ്ങനെ അവരുടെ ശരീരഭാഗങ്ങൾ ഒരു ത്രസിപ്പിക്കുന്ന രൂപത്തിൽ വേഷവിധാനം ധരിക്കുന്ന സമയത്ത് ഇതുകൊണ്ട് മറ്റുള്ള പുരുഷന്മാര് ഇത് ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ അവരറിയുന്നില്ല. അതറിയുമ്പോൾ അവർ അസ്വസ്ഥരാകുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് മറ്റൊരാൾ അങ്ങനെ ആസ്വദിക്കരുത് എന്ന് പറയുന്ന അപ്രായോഗികവുമാണ്. അതായത് ശരീരം കണ്ടതിന് ശേഷം കാണുന്ന ഒരാളുടെ മനസ്സിൽ ഒന്നും തോന്നരുത് എന്ന് പറയുന്നത് ബയോളജിക്കലി ഇമ്പോസിബിൾ ആണ്. ഒരു ജൈവിക ശാസ്ത്രം അനുസരിച്ച്, ജൈവികതയനുസരിച്ച് അതൊരു അസാധാരണമാണത്. അതേസമയത്ത് ഇസ്ലാം ഒരു പുരുഷനോട് നിർദ്ദേശിക്കുന്നുണ്ട്, പൊതുധാരയിൽ അങ്ങനെ കാണുന്ന ഒരു അവസരം വന്നാൽ നീ നല്ലവനാകണോ, നീ സേഫ് ആകണോ, എന്നാ നീ നിന്റെ കണ്ണിനെ നല്ലതിലേക്ക് തിരിച്ചു കളയൂ, നീ കണ്ണടച്ചോളൂ, അതിലേക്ക് നോക്കാതിരിക്കൂ, അങ്ങനെ നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ പ്രായോഗികതയിലേക്ക് ചേർത്തി നോക്കുമ്പോൾ, പ്രായോഗികത മുന്നിൽ വെച്ചൊരു ചർച്ചകൾക്ക് വിധേയമാക്കുമ്പോൾ പറയാനുള്ളത് അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ ഇഷ്ടവും മറക്കലാണ്. ആരൊക്കെയോ നമ്മുടെ സാന്ദർഭിക ഭാഷ കൊണ്ട് അവരെ നിർബന്ധിക്കുന്നു, അവർ വിധേയപ്പെടുന്നു എന്നതാണ് സത്യം. ഇതിനാണ് പരിഹാരം ഉണ്ടാകേണ്ടത്. ഇത് അവർ ഉൾക്കൊണ്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എൻവിറോൺമെന്റ്, സ്ഥാപന സാഹചര്യം, അതൊരു ആവശ്യകതയാണ്. അപ്പം അത് നമുക്ക് നമ്മുടെ ഹാപ്പി സോണിൻ്റെ ഒരു ഗേൾസ് അക്കാദമിയിലൂടെ അവർ വിദ്യാഭ്യാസം നേടുന്നതോടൊപ്പം ആസ്വദിച്ച് അവരുടെ ജീവിതം ഏറ്റെടുക്കാൻ, അഥവാ ഇസ്ലാം ആസ്വദിച്ച് അനുഭവിക്കാൻ അവരെ പ്രാപ്തമാക്കുന്ന ഒരു സമീപന രീതി ഈ വിഷയത്തിൽ അവരെ ഏറെ സഹായിക്കും എന്നത് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് കൂടി അത് ആപ്ലിക്കേഷൻ നടത്തുക എന്നതാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഹാപ്പി സോണിൻ്റെ ഗേൾസ് അക്കാദമിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ വർഷം നമുക്ക് രാമനാട്ടുകരയിലെ ക്യാമ്പസിൽ തന്നെ നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് ഫസ്റ്റ് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം മറ്റു പ്രദേശങ്ങളിലും ഹാപ്പി സോണിൻ്റെ ഗേൾസ് അക്കാദമി സ്റ്റാർട്ട് ചെയ്യാൻ